അടുത്ത ആഗസ്റ്റ് 15 മുതൽ കേരളത്തിലെ 419 പോലീസ് സ്റ്റേഷനുകളുടെ ചുമതല സബ് ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കും. നിലവിൽ SHOമാർ, SHO എന്ന് പറഞ്ഞാൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, ഒരു പോലീസ് സ്റ്റേഷൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ നിലവിൽ സർക്കിൾ ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് SHOമാരായിട്ട് ഉള്ളത്. എന്നാൽ ഈ തീരുമാനമാണ് ആഗസ്റ്റ് 15 മുതൽ മാറ്റി പഴയതുപോലെ, പണ്ട് കേരള പോലീസിൽ സ്റ്റേഷൻ്റെ ചുമതലയുള്ള ആളുകൾ SIമാരായിരുന്നു, പഴയ രീതിയിൽ ആക്കുകയാണ്. ഇത് വളരെ നല്ലൊരു തീരുമാനമാണ്. കാരണം SIമാർ ചെറുപ്പക്കാരാണ്. അവർ പരിശീലനമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്ന് അവർക്ക് വളരെ ഊർജ്ജസ്വലമായിട്ട് ജോലി ചെയ്യാനെക്കൊണ്ട് കഴിയും. മാത്രമല്ല അവർക്ക് ഈ നെക്സസുകൾ, രാഷ്ട്രീയക്കാരുമായിട്ടും മറ്റ് സമൂഹത്തിലെ ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. അവർക്ക് കുറച്ചുകൂടി സത്യസന്ധമായിട്ട് ജോലി ചെയ്യാനെക്കൊണ്ട് കഴിയുന്ന ഒരു സാഹചര്യമാണ്. കേരളത്തിലെ 419 പോലീസ് സ്റ്റേഷനുകളിലും SHO ആയിട്ട്, സ്റ്റേഷൻ ഹൗസ് ഓഫീസറായിട്ട് വരുന്നത് ഇനി സബ് ഇൻസ്പെക്ടർമാരാണ്. ഏതാണ്ട് 63 പോലീസ് സ്റ്റേഷനുകളുടെ ചാർജ് വനിതാ സബ് ഇൻസ്പെക്ടർമാർക്കും കൊടുക്കുന്നുണ്ട്. പിന്നെ പഴയതുപോലെ ഒന്നിലധികം പോലീസ് സ്റ്റേഷനുകൾ, നേരത്തെ 3 പോലീസ് സ്റ്റേഷന് ഒരു സർക്കിൾ ഇൻസ്പെക്ടർ എന്നുള്ളതായിരുന്നു ഒരു റേഷ്യോ. പക്ഷേ മാറ്റമുണ്ട്, ചിലയിടത്ത് 4 കാണും, ചിലയിടത്ത് 2 കാണും. അപ്പോൾ പുനഃസംഘടിപ്പിക്കുന്ന സമയത്ത് 2 പോലീസ് സ്റ്റേഷനുകൾക്ക് ഒരു സർക്കിൾ ഇൻസ്പെക്ടർ എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ഏകദേശം 200 സർക്കിൾ ഇൻസ്പെക്ടർ ഓഫീസുകളാണ് കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്നത്. അതുപോലെ തന്നെ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ്, DYSPമാരായിട്ട് ഉള്ളവർക്ക് ഏകദേശം ശരാശരി 9 പോലീസ് സ്റ്റേഷനുകളാണ് കൊടുക്കാനെ കൊണ്ട് തീരുമാനിച്ചിരിക്കുന്നത് എന്നറിയുന്നു. നേരത്തെ ചില പോലീസ് സ്റ്റേഷനുകൾ, ചില DYSPമാരുടെ അണ്ടറിൽ 15ഉം 16ഉം പോലീസ് സ്റ്റേഷൻ വരെ ഉണ്ടായിരുന്നിട്ടുണ്ട്. ആറ്റിങ്ങൽ, പുനലൂരൊക്കെ ഇതിന് ഉദാഹരണമാണ്. ഇപ്പോൾ അതൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും ശരിയാണ്, ഇതൊരു നല്ല തീരുമാനമാണ്. പോലീസിൻ്റെ അടിത്തട്ടിൽ നിന്ന് തന്നെ വളരെ വലിയ നല്ല മാറ്റമുണ്ടാക്കുന്ന ഒരു തീരുമാനമാണ്. അതുപോലെ തന്നെ ഓരോ പോലീസ് സ്റ്റേഷനിലും ഒരു SI ചുമതല കാണും, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ കാണും. ആ സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ സഹായിക്കാനായി 1-2 SI റാങ്കിലുള്ള അഡീഷണൽ SIമാർ കാണും. അതുകൂടാതെ 5-6 ഗ്രേഡ് SIമാർ, പിന്നീട് ASIമാർ, ഇങ്ങനെയാണ് ഓരോ പോലീസ് സ്റ്റേഷനുകളിലേക്ക് ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ക്രമസമാധാനവും കുറ്റാന്വേഷണവും ഇപ്പോഴിത് രണ്ടും ഒന്നിച്ചാണ് കൊണ്ടുപോകുന്നത്. എന്നാൽ ഇനി മുതൽ ക്രമസമാധാനത്തിനും അതുപോലെ തന്നെ കുറ്റാന്വേഷണത്തിനും 2 വിങ്ങായിട്ട് തിരിച്ചാണ് സ്റ്റേഷനുകളിൽ പ്രവർത്തിക്കുക. കുറച്ചാളുകൾ കേസ് അന്വേഷണത്തിനും, കുറച്ചാളുകൾ ലോ ആൻഡ് ഓർഡർ, ക്രമസമാധാന പരിപാലനത്തിനും, സമരക്കാർ, പ്രതിഷേധക്കാരെ അവരെയൊക്കെ നേരിടുക, പിന്നെ അതുപോലൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതാണ് ക്രമസമാധാനം. അതേസമയം കുറ്റാന്വേഷണം, കേസുകൾ വരുമ്പോൾ അത് അന്വേഷിച്ച് ചാർജ് കൊടുക്കുക, ഈ കാര്യമാണ് കുറ്റാന്വേഷണ വിഭാഗത്തിന് ഉള്ളത്. അതുപോലെ തന്നെ മറ്റ് പല മാറ്റങ്ങളും, കാലാകാലങ്ങളിൽ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാർക്ക് പരിശീലനം കൊടുക്കുക, ആളുകളോട് നല്ല രീതിയിൽ പെരുമാറാനെ കൊണ്ടുള്ള പരിശീലനം കൊടുക്കുക. അതുപോലെ തന്നെ നൂതന സാങ്കേതിക വിദ്യ, ഇപ്പോൾ നമുക്കറിയാം ഇപ്പോഴേ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകൾ സൈബർ ക്രൈംസ് ആണ്. അപ്പോൾ ലോൺ ആപ്പുകൾ, അതുപോലെ ഉള്ള സംഭവങ്ങളിൽ നിന്നുണ്ടാകുന്ന ഭീഷണി വളരെ ഗുരുതരമാണ്. അപ്പോൾ അതിന് പ്രത്യേകം പരിശീലനം കൊടുക്കുക. ഇങ്ങനെ തുടങ്ങി വളരെ സമഗ്രമായ മാറ്റങ്ങളാണ് പോലീസിൽ വരാൻ പോകുന്നത്. നമുക്കറിയാം ഇപ്പോൾ തന്നെ ഓപ്പറേഷൻ തൂഫാൻ ഒരുപാട് ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ഡ്രൈവാണ് കേരള പോലീസിൻ്റെ. വളരെയേറെ സ്വാധീനം ചെലുത്തിയ ഒരു ഡ്രൈവാണ്. അങ്ങനെ പോലീസിൽ ആകെ ഒരു അഴിച്ചുപണിയും, ആകെ പോലീസിൻ്റെ മുഖച്ഛായ മാറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള അഴിച്ചുപണി, ക്രമസമാധാന പരിപാലനത്തിന് ചുമതലയുള്ള ADGP വിജയ് സാറ്, അതുപോലെ തന്നെ റേഞ്ച് IGമാർ, ജില്ലാ പോലീസ് മേധാവിമാർ, ഇവരെല്ലാം തന്നെ ഉന്നതമായ നിലവാരമുള്ള ഉദ്യോഗസ്ഥന്മാരെയാണ് നിയമിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും കേരള പോലീസിൽ വലിയ ഒരു മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്. കേരള പോലീസിൻ്റെ പ്രതിച്ഛായ തന്നെ മാറാൻ പോവുകയാണ്. എല്ലാ ആശംസകളും ഈ കാര്യത്തിൽ നേരുന്നു.